ഇപ്പോൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര ദർശനത്തിനായി വിജയ് എത്തുകയാണ്. മുഖ്യമന്ത്രി ആയ ശേഷം ആദ്യമായിട്ടാണ് മൂകാംബികയിലേക്ക് ദർശനത്തിനായി വിജയ് എത്തുന്നത്. കനത്ത സുരക്ഷാ വലയത്തിലാണ് ഇപ്പോൾ യാത്ര. ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുന്നത് തമിഴ്നാട് പോലീസിന്റെയും കർണാടക പോലീസിന്റെയും സംയുക്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടെയാണ് ഇപ്പോൾ വിജയ് എത്തുന്നത്. വിജയ്ക്ക് വലിയ സ്വീകരണം ക്ഷേത്ര ഭാരവാഹികൾ ഒരുക്കിയിട്ടുണ്ട്. വിശേഷാൽ പൂജയടക്കം ഇപ്പോൾ ഒരുക്കുകയാണ്. നേരത്തെ പലതവണ വിജയ് ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് മുൻപൊക്കെയും. പക്ഷേ ഇപ്പോൾ എത്തുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി എന്ന പരിവേഷത്തോടു കൂടിയാണ്. നേരത്തെ തന്നെ ക്ഷേത്ര അധികാരികളുമായി സംസാരിച്ചിട്ടുണ്ട്, സുരക്ഷാ ഉദ്യോഗസ്ഥർ സംസാരിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ വിലയിരുത്തലുകളൊക്കെ നടത്തിയ ശേഷമാണ് മുഖ്യമന്ത്രിയുടെ വരവ്. ഇനിയിപ്പോൾ 3 മണിക്ക് എത്തുമെന്നാണ് അറിയിച്ചത്. 3:30 ഇനി ക്ഷേത്രത്തിൽ ദർശനത്തിന് ശേഷം അവിടെ ചില കൂടിക്കാഴ്ചകൾ, ക്ഷേത്ര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട്, വഴിപാടുകളുമായി ബന്ധപ്പെട്ട് പ്രത്യേക വഴിപാടുകളൊക്കെയാണ് ഇപ്പോൾ വിജയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കൊല്ലൂർ മൂകാംബികയിൽ നിന്നും സാരംഗ് സുരേഷ് കൂടി ചേരുന്നുണ്ട് തത്സമയം. സാരംഗ്, വിജയ് എത്തുകയാണ്. വലിയ ജനക്കൂട്ടമുണ്ടോ? സുരക്ഷാ ക്രമീകരണങ്ങൾ എത്ര സമയം ക്ഷേത്രത്തിൽ ചെലവഴിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്? മറ്റ് വഴിപാടുകളിലേക്ക് വിവരങ്ങൾ. നിലവിൽ കർശനമായ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി എന്ന രീതിയിൽ വിജയ് ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്ന സമയത്ത് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണം തമിഴ്നാട് മുഖ്യമന്ത്രി എന്ന രീതിയിൽ വിജയ് ക്ഷേത്രസന്നിധിയിലേക്ക് എത്തുന്ന സമയത്ത് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണം ഒരുക്കേണ്ടതായുണ്ട്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്കടക്കം കർശന നിയന്ത്രണമുണ്ട്. പുറത്തെ കോമ്പൗണ്ടിന് പുറത്താണ് മാധ്യമങ്ങളടക്കം നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപെയാണ് വിജയ് മൂകാംബിക ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിയത്. ക്ഷേത്ര തന്ത്രിമാർ നിത്യാനന്ദ അടികയും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെല്ലാവരും തന്നെ ചേർന്നുകൊണ്ട് പൂർണ്ണകുംഭമടക്കം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തെ ക്ഷേത്രത്തിനകത്തേക്ക് സ്വീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡുമായി ബന്ധപ്പെട്ട ആളുകൾ പൂച്ചെണ്ടുകൾ നൽകിയിരിക്കുന്നു. ഇപ്പോൾ ക്ഷേത്രത്തിനകത്തേക്ക് അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ചെല്ലും. അവിടെ എത്തി ദേവിയെ ദർശിച്ചതിന് ശേഷം സങ്കല്പ ദീപാരാധന എന്ന ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യും. അത് ഏറ്റവും സവിശേഷമായ ഒരു പൂജയാണ്. ദീപാരാധനയ്ക്ക് സമാനമായ വലിയ വിശേഷമായൊരു പൂജയാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കും. അതിനുശേഷം ക്ഷേത്ര അധികാരികളുമായി അല്പസമയം ചിലവിട്ട ശേഷമായിരിക്കും പിന്നീട് ഗസ്റ്റ് ഹൗസിലേക്ക് മടങ്ങും. അവിടെ നിന്ന് മംഗളൂരു എയർപോർട്ടിലേക്കായിരിക്കും പോകുക. നേരത്തെ ഇതിപ്പോൾ 3ാമത്തെ തവണയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ഇവിടെ എത്തുന്നത്. മുൻപ് MGR ഇവിടെ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ജയലളിത ഇവിടെ എത്തിയിരുന്നു. ആ കാലത്തൊക്കെ തന്നെ തമിഴ്നാടിന്റെ വിശ്വാസം അല്ലെങ്കിൽ ഭക്തിയുടെയൊക്കെ തന്നെ പ്രതീകമായി MGR സ്വർണ്ണവാൾ കൊല്ലൂർ ക്ഷേത്ര സന്നിധിയിൽ സമർപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ രത്നകിരീടമാണ് ജയലളിത നൽകിയത്. അപ്പോൾ ദേവിക്ക് എന്താണ് വിശ്വാസപൂർവ്വം വിജയ് അർപ്പിക്കുന്നത് എന്നുള്ള ഒരു ആകാംക്ഷ കൂടി എല്ലാവർക്കും ഇടയിലുണ്ട്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ദർശനം പൂർത്തിയാക്കി പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാരംഗ്, നല്ല മഴയുണ്ടല്ലേ? നല്ല മഴ കാണുന്നുണ്ട്, ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. അടക്കമുള്ള പ്രധാനപ്പെട്ട അതെ, കേരളത്തോട് ചേർന്നുള്ള ഒരു മേഖലയാണ്, ദക്ഷിണ കന്നഡ ജില്ലയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മൺസൂണിനോട് സമാനമായ അല്ലെങ്കിൽ കേരളത്തിലെ ഇപ്പോൾ നിലവിലുള്ള കാലാവസ്ഥയ്ക്ക് സമാനമായ ഒരു കാലാവസ്ഥ തന്നെയാണ് ഇവിടെ ഉള്ളത്. മഴ എന്നാലും വലിയ പ്രയാസം സൃഷ്ടിക്കുമെന്ന് കരുതുന്നില്ല. കാരണം മുൻപിൽ നമ്മൾ കണ്ടു വലിയൊരു പന്തൽ ഒരുക്കിയിരിക്കുന്നു. അത് മഴയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സജ്ജമാക്കിയതാണ്. അതിനുശേഷമാണ് വിജയ് ഇവിടെ എത്തുമെന്നുള്ള ഒരു വിവരം വരുന്നത്. അതിനുശേഷം അകത്തേക്ക് കയറി കഴിഞ്ഞാൽ കൃത്യമായി കുടയടക്കമുള്ള സംവിധാനങ്ങൾ അദ്ദേഹത്തിനെ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം വലിയ ഒരു സുരക്ഷാ സംവിധാനവും ഒരുക്കി നിർത്തിയിട്ടുണ്ട്. വിജയ് എത്തുമ്പോൾ സ്വാഭാവികമായും ആൾക്കൂട്ടമുണ്ടാകും. പക്ഷേ അങ്ങനെ കർശന സുരക്ഷ ഒരുക്കുമ്പോൾ ആൾക്കൂട്ടത്തിന് ഭക്തർക്ക് നിയന്ത്രണമുണ്ടോ ഇന്ന് ക്ഷേത്രത്തിൽ? ഭക്തർക്ക് ഇപ്പോൾ നിലവിൽ ഉച്ചപൂജയ്ക്ക് ശേഷം നടയടയ്ക്കുന്ന ക്ഷേത്രം 4 മണിക്കാണ് തുറക്കേണ്ടത്. എന്നാൽ ഇപ്പോൾ വിജയുടെ പ്രത്യേക സന്ദർശനത്തിന്റെ ഭാഗമായി ഇപ്പോൾ 3 മണിയോടുകൂടി തന്നെ നട തുറന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സാധാരണ രീതിയിൽ ദർശനമില്ല. നേരത്തെ വെള്ളിയാഴ്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഭക്തർ ക്ഷേത്രത്തിലേക്ക് എത്തിയിരുന്നു. അതിൽ ബഹുഭൂരിപക്ഷവും മലയാളികളാണ്. അതോടൊപ്പം തന്നെ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വിജയ് ആരാധകരായ ഭക്തർ കൂടി നേരത്തെ എത്തിയിരുന്നു. അല്പസമയം മുൻപ് ഭക്തർ ക്ഷേത്രത്തിനകത്ത് നിന്ന് TVK പതാകകളുമായി ചിത്രങ്ങൾ എടുക്കുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. വലിയ ആവേശമുണ്ട് ആളുകളെ സംബന്ധിച്ച്. കർണാടക, ദക്ഷിണ കന്നഡയൊക്കെ തന്നെ വലിയ രീതിയിൽ വിജയ്ക്ക് ആരാധകരുള്ള ഒരു മണ്ണാണ്, സിനിമ ആരാധകരുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ചും വലിയൊരു കണ്ണിന് വിരുന്നാവുന്ന കാഴ്ച തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് തന്നെ പറയേണ്ടി വരും. കാരണം മംഗളൂരു എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വിജയുടെ വാഹന വ്യൂഹം കടന്നു വരുന്ന പാതയുടെ ഇരുവശങ്ങളിലും ആരാധകർ തടിച്ചു കൂടിയിരുന്നു. മുദ്രാവാക്യങ്ങളും അതോടൊപ്പം തന്നെ പൂക്കളടക്കം എറിഞ്ഞുകൊണ്ടാണ് ആരാധകർ വിജയെ ദക്ഷിണ കന്നഡയിലെ കർണാടകയിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രത്തിലേക്ക് സ്വീകരിച്ചിട്ടുള്ളത്.